ലിവിംഗ് വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കേണ്ട പോകുന്ന നക്ഷത്രങ്ങൾ തിരുവോണം, അവിട്ടം, ചതയം, ഈ 3 നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഈ ഓണക്കാലം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാണ്ട് പോകുന്നത്. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നയാളാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രമാണ് ഏറ്റവും നല്ല നക്ഷത്രം ഓണ സമയത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസമാണ് തിരുവോണം, അതായത് തിരുവോണ നക്ഷത്രം വരുന്ന ദിവസം തിരുവോണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ എല്ലാ ഭാഗ്യങ്ങളും ഈ ഒരു ആഘോഷം അറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഈ ഒരു നക്ഷത്രത്തിൻ്റെ പേരിലാണ്. ഈ ഒരു നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഐശ്വര്യത്തിൻ്റെ സമയമാണ്, ഒന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം, സമൃദ്ധി, നല്ല ഭക്ഷണം, സ്വീകരണം, അംഗീകാരം തുടങ്ങിയവ എപ്പോഴും ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം. ജീവിതത്തിൽ എപ്പോഴും എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം. ആരും മാറ്റി നിർത്താത്ത ഒരു നക്ഷത്രമാണ് തിരുവോണം. 27 നക്ഷത്രക്കാർക്കും പൊരുത്തമുണ്ടെങ്കിലും ഇല്ലേലും അതിൽ തിരുവോണത്തെ മാറ്റിയൊന്നും ആരും നിർത്തത്തില്ല. എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഉൾപ്പെടുത്തുകയും എല്ലാ ആളുകളും ധാരാളം ഫ്രണ്ട്സ് വന്ന് കൂടുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം എന്ന് പറയുന്നത്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ധാരാളം സൗഹൃദങ്ങൾ, അംഗീകാരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും സുഹൃത്തുക്കളുടെ കാര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. സ്വന്തം ഭവനത്തിൽ തന്നെ ഇവരെ കാണാനായിട്ട് കുറച്ച് നേരമേ കാണത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ ഭവനത്തിലൂടെ നടക്കുകയും അതുമാത്രമല്ല അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന സ്വഭാവവും കൂടി തിരുവോണ നക്ഷത്രക്കാർക്കുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ ഒരു സമയം പോലും കളയാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിലാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. എത്ര ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളിലും ഏത് റിസ്ക് ആണെങ്കിലും സ്വന്തം കാര്യത്തിലേക്ക് ഏറ്റുവെക്കാനുള്ള കഴിവ് തിരുവോണത്തിനുണ്ട്. അത് ഉപകാരം ചെയ്യുന്ന സുഹൃത്താണോ, ഉപകാരം ചെയ്യാത്തവനാണോ, ശത്രുവാണോ, മിത്രമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല, ആർക്കും എന്ത് ഉപകാരവും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം. പക്ഷേ പെട്ടെന്ന് തന്നെ കർക്കശമായി ആളുകളോട് സംസാരിക്കുകയും തട്ടിക്കയറുകയും മുഖത്തു നോക്കി എന്തും പറയാനായിട്ടുള്ള ധൈര്യവും തിരുവോണത്തിനുണ്ട്. ഒരു പരിധിവരെ ഇവരെ രക്ഷിക്കാറുണ്ട്, ഒരു പരിധിവരെ ഇവർക്ക് ദോഷത്തിൽ പോകാറുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അമിതമായ ദേഷ്യമൊന്ന് കുറയ്ക്കുക, പെട്ടെന്ന് ആളും നേരം നോക്കാതെ സംസാരിക്കുന്ന കാര്യങ്ങളിൽ അല്പം കൺട്രോൾ വരുത്തുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം, പക്ഷേ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഒന്ന് മിതത്വം പാലിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ തിരുവോണ നക്ഷത്രമായ ഈ ഒരു ദിവസം വരുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം യോഗമാണ് വരാൻ പോകുന്നത്. വളരെ ഐശ്വര്യമാണ്. ഏതൊരു കാര്യങ്ങൾ തുടങ്ങി വെച്ചാലും അത് വിജയത്തിൽ കലാശിക്കും. മാത്രമല്ല നിങ്ങളോട് പൊരുത്തമില്ലാത്ത തിരുവോണമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർക്കെല്ലാം തിരുവോണത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ട് പറഞ്ഞതാണ്. അതായത് അശ്വതി തൊട്ട് നമുക്കറിയാം കുറേ നക്ഷത്രക്കാർക്ക് തിരുവോണമായിട്ട് ഒന്നും പൊരുത്തമില്ല. അങ്ങനെ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർക്ക് തീർച്ചയായും ആ ഒരു ദിവസം വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തിരുവോണ നക്ഷത്രക്കാർക്ക് ഒരു ദിവസം വളരെ സന്തോഷകരമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ആഘോഷം തന്നെ നടക്കുന്നത് നിങ്ങളുടെ പേരിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അടുത്ത നക്ഷത്രമായ അവിട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിട്ട നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഈ ഓണക്കാലം എന്ന് പറയുന്നത് ധാരാളം സുഹൃത്തുക്കൾ ഒന്നിച്ച് കൂടുകയും അതുപോലെ തന്നെ ധാരാളം ആളുകളോട് സംസാരിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും പറ്റിയൊരു അവസരമാണ്. പക്ഷേ തിരുവോണത്തിൻ്റെ ദിവസങ്ങളിലൊന്നും ഇവർക്ക് യാതൊരുവിധ അവധിയും കാണുകയില്ല. കാരണം വെച്ചാൽ അവിട്ട നക്ഷത്രത്തിൽപ്പെട്ടവരാരും ജോലി ചെയ്യുന്നവരല്ല, ജോലി കൊടുക്കുന്നവരാണ്, ബിസിനസ്സുകാരാണ് അവിട്ട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതുകൊണ്ട് തന്നെ ആഘോഷ ദിവസങ്ങളിൽ എപ്പോഴും കാര്യങ്ങൾ കച്ചവടം നടക്കാനും ഒക്കെയായിട്ട് അവരുടെ സ്ഥാപനങ്ങൾ തുറന്നു വെക്കുന്ന ദിവസം തന്നെയാണ് തിരുവോണമൊക്കെ, ഈ ഓണത്തിൻ്റെ ഒരു സമയം മൊത്തം. അപ്പം ഈ ഒരു സമയം മൊത്തം തുറന്നു വെക്കുന്നതുകൊണ്ട് തന്നെ ആഘോഷങ്ങളെല്ലാം സ്വന്തം സ്ഥാപനത്തിനുള്ളിലായിരിക്കും ഇവർക്ക് നടക്കുന്നത്. കാരണം വെച്ചാൽ തിരുവോണത്തിൻ്റെ ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറായിരിക്കും ഇവരാകെ മാറി നിൽക്കുന്നത് സ്ഥാപനത്തിൽ നിന്ന്. അത്ര ബുദ്ധിമുട്ട് ആളുകളുടെ നിർബന്ധം സഹിക്കാൻ വരെങ്കിൽ മാത്രമേ ഉള്ളൂ തിരുവോണത്തിന് ഒരു അവധിയായിട്ട് സ്ഥാപനം അടച്ചിടുകയുള്ളൂ. അല്ലാത്ത അവിട്ട നക്ഷത്രക്കാരും ഓണത്തിൻ്റെ ദിവസം അവധി എടുക്കുന്ന പരിപാടിയില്ല. ഓണാശംസകളല്ല അവരുടെ വർക്ക് സ്ഥലത്തിരുന്നിട്ടാണ് അവർ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതൊക്കെ. അതിന് ഏത് ആഘോഷമാണെങ്കിലും അവിടെ നക്ഷത്രക്കാർക്ക് അവധിയില്ല. അവർ അവധി എടുക്കാത്ത ആരും കീഴ് ജീവനക്കാരനായതുകൊണ്ടല്ല, ഇവർ ഉടമകളാണ്, സ്ഥാപനങ്ങളുടെ ഉടമകളാണ്. ബിസിനസ് അല്ലാതെ അവിടെ നക്ഷത്രക്കാരൊന്നും ചെയ്യുകയില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എത്ര ആവട്ടെ നക്ഷത്രക്കാർ ഈ ഭൂമിയിൽ ജനിച്ചാലും അവരെല്ലാം ചെയ്യുന്നത് ബിസിനസ് മാത്രമാണ്. അവർ ആദ്യ കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ അവരൊന്ന് ജോലി ചെയ്യുകയുള്ളൂ. എത്രയും പെട്ടെന്ന് പഠിക്കുന്ന ജോലി തന്നെയാണ് അവർ ബിസിനസ്സായിട്ട് എടുക്കുന്നത്. അതുവരെ ഉള്ളൂ ഇവരെ സർവീസിങ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സെയിൽസോ മറ്റു മേഖലകളിലോ അല്ലെങ്കിൽ ജോലിക്കുള്ള ട്രെയിനിങ് ആയിട്ടോ കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇവർ എന്ത് കാര്യമാണ് പഠിച്ചത് അതിൽ ഇവർ എക്സ്പേർട്ട് ആവും, അതിലൊരു ബിസിനസ്സുകാരാകും. പിന്നെ ബിസിനസ് മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് വഴിവെട്ടി മുന്നോട്ട് പോകുന്ന അവിട്ട നക്ഷത്രക്കാർ മറ്റുള്ളവർ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനിടയിൽ ആഘോഷങ്ങൾക്ക് അതുപോലെ കുടുംബ ബന്ധങ്ങൾക്ക്
സഹോദര ബന്ധങ്ങൾ, അതുപോലെ സ്നേഹബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം കൺട്രോൾ ഇട്ടിട്ട് പണത്തിന് തന്നെയാണ് ആദ്യത്തെ മുൻതൂക്കം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് തീർച്ചയായും അവരുടെ ഒരു ബിസിനസ് ലൈന്. അതുകൊണ്ട് തന്നെ ഇവരെ തോൽക്കാനോ തോൽപ്പിക്കാനോ ആർക്കും പറ്റുകയില്ലെന്നും സമ്പത്തുണ്ടെങ്കിലും ജീവിതത്തിലെ ആസ്വദിക്കേണ്ട സമയം മുഴുവൻ നഷ്ടപ്പെടുന്നത് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കി അത്യാവശ്യം മാനസിക ഉല്ലാസമൊക്കെ ആവാമെന്നുള്ള കാര്യങ്ങൾ ഓർപ്പിച്ചു തരുന്നു. ഈ ഒരു ഓണക്കാലം വേണമെങ്കിൽ ബന്ധുക്കളോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, വീട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കുകയാണെങ്കിൽ അപ്പം കൂടി നമ്മുടെ മനസ്സിന് ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം അവിടുത്തെ നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ലതാണ് ഈ ഒരു ഓണക്കാലം എന്ന് മനസ്സിലാക്കാം. അടുത്തായിട്ട് ചതയ നക്ഷത്രക്കാരാണ് പറയാൻ പോകുന്നത്. ചതയ നക്ഷത്രപ്പെട്ട സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഓണക്കാലം വളരെ നല്ലതാണെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. വിവാഹിതരായ ആളുകളാണ് ചതയ നക്ഷത്രത്തിൽപ്പെട്ടത്. ചതയ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണ് എങ്കിൽ ഇവിടെ ഒരു പക്ഷേ കൂടെയുള്ള ജീവിത പങ്കാളിയുടെ ചില പ്രവർത്തനങ്ങൾ ഓണസമയത്ത് ബന്ധുഗ്രഹങ്ങളിൽ വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ വാക്കുകൾക്കും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചതയ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷനാണെങ്കിൽ ജീവിത പങ്കാളിയിലുള്ള മറ്റ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ തുടങ്ങിയവ ബന്ധുഗ്രഹങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ വാക്ക് തർക്കങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്. ആഘോഷവേളകൾ ഏത് നടന്നാലും വാക്ക് തർക്കം ഉണ്ടാകുന്നതിനകത്ത് ഇടയിൽ പെട്ടുപോകുന്ന ഒരു നക്ഷത്രമാണ് ചതയ നക്ഷത്രമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എപ്പോഴും ചെല്ലുന്ന തലങ്ങളിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആരെങ്കിലുമായി വാക്കുതർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് തലകാല പരിമിതി നോക്കാതെ അല്ലെങ്കിൽ സമയവും കാലവും നോക്കാതെ വാക്ക് തർക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് ചതയ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, മിതത്വം പാലിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ഭവനങ്ങളിലായിക്കോട്ടെ, പരിചയമുള്ളവർ വീട്ടിലായിക്കോട്ടെ, അവിടുത്തെ മുഴുവൻ ആളായിട്ട് പെരുമാറുന്നത് നിങ്ങളൊന്ന് കുറയ്ക്കേണ്ടതാണ്, കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു വീട്ടിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ നിങ്ങൾ അമിത സ്വാതന്ത്ര്യം എടുക്കുന്ന ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷവേളകളിലും ആളുകൾ കൂടുന്ന അവസരങ്ങളിലും പൊതുജനത്തിൻ്റെ മധ്യത്തിലും ചതയ നക്ഷത്രക്കാർക്ക് അല്പം ദോഷങ്ങളുണ്ട്. ചിലപ്പോൾ അപമാനപ്പെടാനോ കുറ്റപ്പെടുത്താനോ കളിയാക്കലുകൾ വാങ്ങുവാനോ ഉള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മുൻകാല ബന്ധുക്കളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന വാക്ക് തർക്കങ്ങൾ, പൊരുത്ത വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന തർക്കങ്ങൾ തുടങ്ങിയവ എല്ലാം ചതയ നക്ഷത്രക്കാർക്ക് വരാറുണ്ട്. പിന്നെ സ്ത്രീകളാണെങ്കിൽ അടുക്കള ഭരണം പോലുള്ള കാര്യങ്ങളിൽ വിളമ്പുന്ന കാര്യത്തിലും എല്ലാം തർക്കങ്ങൾ, ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈലിൽ തർക്കങ്ങൾ, സംസാരിച്ച വാക്കുകളിൽ തർക്കങ്ങൾ തുടങ്ങിയവയെല്ലാം നടക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കൂട്ടുകുടുംബം പോലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക. അണുകുടുംബത്തിലേക്ക് മാറിയവർക്കൊന്നും ഈ ഒരു ബുദ്ധിമുട്ടില്ല. എങ്കിലും ബന്ധുസമാഗമം വഴി ബന്ധുക്കൾ ഒന്നിച്ചു കൂടുന്ന സമയങ്ങളിൽ തീർച്ചയായും കുറ്റപ്പെടുത്തലും കാര്യങ്ങളും കേൾക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ക്ഷമാശീലരായിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ നിങ്ങൾ ആ ബന്ധുവിനെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അത് വലിയൊരു വഴക്കിലേക്ക് പോകാതിരിക്കാനും ആ വന്ന ബന്ധുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വഴക്കുകൾ ഉണ്ടാവാതിരിക്കാനും നിങ്ങളവിടെ ക്ഷമ പാലിക്കേണ്ടതാണ്. നിങ്ങൾ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആ ഒരു കാര്യം നോക്കേണ്ടതാണ്. ഇല്ല എങ്കിലും നിങ്ങൾക്ക് തിരക്കുണ്ട് എങ്കിലും നിങ്ങൾക്ക് പുറത്തേക്ക് ആ സമയത്ത് യാത്ര ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ ഒരു ആഘോഷ സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള ആളുകളോടൊപ്പം നിങ്ങളുടെ പരിചയക്കാരോടൊപ്പം പോകണമെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ വഴക്കുകൾ ഉണ്ടാക്കി കൃത്രിമമായ സൃഷ്ടിച്ചൊരിക്കലും വീട്ടിൽ നിന്ന് മാറാതിരിക്കുക എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. സുഹൃത്തുക്കളോടൊപ്പം പോകണമെങ്കിലും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴും അനുഭവം ഇതുപോലെ തന്നെയായിരിക്കും. അതായത് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് മറ്റൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുമെന്ന് കരുതുക. ക്ഷമയാണ് ആഘോഷവേളകളിൽ വേണ്ടതെന്ന് ചതയം മനസ്സിലാക്കുക. അങ്ങനെ ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു ഓണക്കാലം നല്ലതാണ്. വിവാഹിതരല്ലാത്ത ആളുകളാണെങ്കിലും ബന്ധുഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥയായിരിക്കും വരിക. ജോലി സ്ഥലത്തുനിന്ന് യാത്ര ചെയ്യേണ്ടി വരും. കാരണം ചതയ നക്ഷത്രക്കാർ അവരുടെ ഒരു ചെറിയ ജീവിതത്തിൽ തന്നെ അവർ ജോലി സ്ഥലങ്ങളിലോ മറ്റ് ബന്ധുഗ്രഹങ്ങളിലോ മാറി നിന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവർ ഹോസ്റ്റൽ ജീവിതമായിരിക്കും. അങ്ങനെ ആഘോഷവേളയിൽ തീർച്ചയായും നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥയുണ്ട്. യാത്ര ചെയ്ത് യാത്രാക്ഷീണവുമായിട്ട് വരുന്ന ഒരു കാര്യങ്ങളൊന്നും ചിലപ്പോൾ മറ്റുള്ളവരൊന്നും അംഗീകരിച്ചെന്നോ അല്ലെങ്കിൽ ആ ഒരു സമയത്തും കൂടി നിങ്ങളോട് ആഘോഷങ്ങളിൽ സംബന്ധിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ക്ഷീണമാണ്, തളർച്ചയാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവർ ചിലപ്പോൾ ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു സമയത്ത് അല്പം മോശമായ അനുഭവങ്ങൾ നക്ഷത്രത്തിൻ്റെ ചാരഫലങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. ഓണത്തിൻ്റെ കാര്യങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞു. തിരുവോണം, അവിട്ടം, ചതയ നക്ഷത്രക്കാർ ഓണഫലമാണ് പറഞ്ഞത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിവ് ചേർന്നൊരു ഭാഗമായിട്ട് ഉൾക്കൊള്ളുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എന്നെ ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യുക. താങ്ക് യു.